പറഞ്ഞതുണ്ട്. ഇത്രയും പേയ്മെൻ്റ് ഒക്കെ വന്നുകൊണ്ട് നിൻ്റെ ചേട്ടൻ എന്തിനാണ് നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്തിൽ ചിലപ്പോൾ 1 lakh അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ? ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെ. മന്തിലി 1.5 ലക്ഷം 2 ലക്ഷം രൂപ ഈ കുട്ടിയുടെ ഗൾഫിലുള്ള ചേട്ടൻ അയച്ചു കൊടുക്കും. 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മാസം അക്കൗണ്ടിൽ വന്ന് ചേട്ടൻ ചെലവിന് അയച്ചു കൊടുക്കുന്ന കുട്ടിയാണ് 8,000 രൂപയ്ക്ക് വേണ്ടി ദിയയുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നത്. അപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ മിനിമം മാസം ആ സ്ഥാപനത്തിൽ നിന്ന് കട്ടിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഈ സാധനമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടികൾ പറഞ്ഞത് ദിയ കാസ്റ്റ് പരമായിട്ട് സംസാരിച്ചു, ഒരു തുള്ളി ചോറ് തെറയിലിട്ട് കഴിഞ്ഞ് ചീത്ത വിളിച്ചു, മൊയിലാളി തൊഴിലാളിയായിട്ട് കണ്ടു. അല്ല, അവർ മുതലാളിയല്ലേ? അവർ മുതലാളിയായിട്ടല്ലേ കാണണ്ടേ? അതിനും ഈ മുതലാളി എങ്ങനെയാണ് ഈ തൊഴിലാളികളെ ട്രീറ്റ് ചെയ്തതെന്നുള്ളത് കണ്ടു. മെയിനായിട്ട് ഞാൻ നിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പിന്നെ നമ്പാം. ഞാൻ നിന്റെ കൂട്ടുകാരാണ്, നീ എൻ്റെ തക്കുട് വാവയാണെന്ന് പറഞ്ഞ് കഴുത്തറക്കുന്ന തെണ്ടുകളുണ്ടല്ലോ, ഇതുങ്ങളെല്ലാം ചവിട്ടി കൂട്ടണം. നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയും. ഞാൻ നിന്റെ കൂട്ടുകാരാണ്, നീ എൻ്റെ തക്കുട് വാവയാണെന്ന് പറഞ്ഞ് കഴുത്തറക്കുന്ന തെണ്ടുകളുണ്ടല്ലോ, ഇതുങ്ങളെല്ലാം ചവിട്ടി കൂട്ടണം. നിങ്ങളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയും.